ഇപ്പോൾ പാർലമെന്റ് ചേരുകയാണ്. ലോക്സഭയും രാജ്യസഭയും ആരംഭിക്കുകയാണ്. പാർലമെന്റിൽ പ്രത്യേകിച്ച് ലോക്സഭയിൽ അയോധ്യ പ്രശ്നം സജീവമായി ഉയർത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനമെന്നതാണ് വ്യക്തമാകുന്നത്. ഭാവനക്കൊളയിൽ പ്രതിപക്ഷം പ്രതിഷേധം ഉന്നയിക്കും. ഒപ്പം തന്നെ പെല്ലറ്റ് ഗൺ വിഷയം ശക്തമായി തന്നെ ഇന്നലെ പാർലമെന്റ് ചേർന്നതിന് ശേഷം രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ പെല്ലറ്റ് ഗണ്ണൊക്കെ ഉപയോഗിച്ച് അതിൽ പരിക്ക് പറ്റിയ വിദ്യാർത്ഥികൾ ലോക്സഭ പിരിഞ്ഞിരിക്കുന്നു. ലോക്സഭ ചേർന്ന് സെക്കൻഡുകൾക്കകം, ഒരു മിനിറ്റ് പോലും തികച്ചില്ല, സെക്കൻഡുകൾക്കകം ലോക്സഭ പിരിയുകയായിരുന്നു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നാണ് ലോക്സഭ പിരിഞ്ഞത്. ഇപ്പോൾ രാജ്യസഭയിലെ ഒരുപക്ഷെ സമാനമായ സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. Sir, I rise to lay on the table a copy each in English and Hindi of the 14th and 15th reports of the Department-related Parliamentary Standing Committee on External Affairs, 18th Lok Sabha, as listed against my name in today's list of business. Thank you, sir. Statements by Ministers. Shriman Dr. Jitendra Singh ji. Chairman, sir, with your kind permission, I rise to make a statement regarding the status of implementation of recommendations of leak observations contained in the 409th report of the Department-related Parliament Standing Committee on Science, Technology, Environment, Forest and Climate Change. ഉണ്ടായുള്ളൂ. ശബ്ദമയമായത് അയോധ്യ പ്രശ്നം ഉന്നയിച്ചായിരുന്നു. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്ത വിഷയം തന്നെയാണ് ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സഭയിൽ വന്നത്. അതേസമയം സമാജ്വാദി പാർട്ടി രാമക്ഷേത്ര കൊള്ള ഉന്നയിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. അതനുസരിച്ച് പിന്നെ പ്ലക്കാർഡുകളും സഭയിൽ ഉയർത്തുകയും ചെയ്തു. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമായും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയം, അതോടൊപ്പം തന്നെ പെല്ലറ്റ് ഗൺ വിഷയത്തിൽ ആര് ഉത്തരവിട്ടു എന്നുള്ള ആ വിഷയം, അമിത്ഷാ രാജിവെക്കണം തുടങ്ങിയ പോസ്റ്ററുകൾ ഉപയോഗിച്ച് ആണ് പ്രതിഷേധത്തില് നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. നിമിഷങ്ങൾക്കുള്ളിൽ സഭ നിർത്തിവെക്കുകയും ചെയ്തു. 2 മണി വരെയാണ് സഭ നിർത്തിവെച്ചിരിക്കുന്നത്. 2 മണിക്ക് സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്നത് സംബന്ധിച്ച ബില്ല് ചർച്ചയ്ക്ക് എടുക്കാനാണ് തീരുമാനം. രാജ്യസഭയിലും ഇപ്പോൾ ബഹളം തുടരുകയാണ്. രാജ്യസഭയിൽ പ്രതിപക്ഷം അമിത്ഷായുടെ രാജിയടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടുത്തളത്തിൽ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. സഭാ നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. CP രാധാകൃഷ്ണൻ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ. 2 മണിക്ക് സഭ ചേരുമ്പോഴും ഈ ഒരു ഇപ്പോഴുണ്ടായ സാഹചര്യം തന്നെയല്ലേ ഉണ്ടാവുക? 2 കാര്യങ്ങളിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നു. ഒന്ന്, രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്ത വിഷയത്തിൽ ഒരു വിശദീകരണം. 2, ഈ അമിത്ഷായുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണം. ആരാണ് ഉത്തരവിട്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണമാണ്. അല്പസമയം മുമ്പ് കപിൽ സിബൽ പറഞ്ഞത് താനല്ല ഉത്തരവിട്ടതെങ്കിൽ അത് ആര് എന്നുള്ളത് SDM ആണോ എന്നുള്ളത്. SDM അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആര് എന്നുള്ളത് അറിയിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. ക്ഷമിക്കണം, കപിൽ സിബൽ ആവശ്യപ്പെട്ടു. അമിത്ഷാ ഇത് രാവിലെ സഭയിൽ എത്തിയിരുന്നതല്ല. അത് ഉച്ച കഴിഞ്ഞാണ് സാധാരണ അമിത്ഷാ എത്തുന്നത് സഭയിൽ. ശരി. ബസന്താണ് വിവരങ്ങൾ നൽകിയത്. തുടക്കത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്ത ഇന്നലത്തെ സംഭവവുമായി ബന്ധപ്പെട്ടും അയോധ്യ പ്രശ്നം ഉയർത്തിയ സമാജ്വാദി പാർട്ടിയും ആണ് ബഹളം ഉണ്ടാക്കിയത്. സെക്കൻഡുകൾക്കകം തന്നെ ലോക്സഭ പിരിയുകയായിരുന്നു. 2 മണിക്കാണ് ഇനി ലോക്സഭ വീണ്ടും ചേരുക. ആ സമയത്ത് വീണ്ടും നിലവിലെ സാഹചര്യങ്ങൾ തന്നെ ഉണ്ടാകാനാണ് ഇട. ഇപ്പോൾ രാജ്യസഭ പുരോഗമിക്കുന്നുണ്ട്. विपक्ष लाख प्रयास कर रहा है कि सदन शांतिपूर्वक चले, परंतु ये एक जिद पर अड़े हुए हैं और एक मतलब अब देखें इस समय क्या हो, आपकी परमिशन से मैं बोल रहा हूँ, आपकी परमिशन से मैं बोल रहा हूँ और ये मानव देखे कुछ बात हो जाए। आर्टिकल 75 देख लें संविधान का कि मंत्री परिषद उत्तरदायी है सदन के प्रति। हम यही तो कह रहे हैं। अब ये लीजिए यही तो मैं कह रहा हूं। देख लीजिए, अब मैं खड़ा हूं, परमिशन से खड़ा हूं, संविधान की बात कर रहा हूं और तरुण चुग जैसा सीनियर मेंबर प्लीज अटैच टू द चेयर. सर तो हम साफ कहना चाहते हैं. രാജ്യസഭ തുടരുകയാണ്. ചെറിയ പ്രശ്നങ്ങളുണ്ട്. പ്രതിപക്ഷ നിരയിൽ നിന്ന് സംസാരിക്കുന്നു. അതിനിടയിൽ ഭരണപക്ഷത്തു നിന്ന് ബഹളമുണ്ടാകുന്നു. ശാന്തിപൂർവ്വമായി ഈ സഭ തുടരണമെന്ന കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതിനോടനുബന്ധിച്ച് ചില പ്രതികരണങ്ങളാണ്. എന്തായാലും ലോക്സഭ ഇനി 2 മണിക്കാണ് ചേരുക. രാജ്യസഭയിൽ ഇനി വീണ്ടും രാജ്യസഭയിൽ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് അറിയില്ല. നിലവിൽ ശാന്തമായി തന്നെ
ചർച്ച പോകുന്നു എന്നത് ആശ്വാസം.